ആ മാരാരി ഇവിടെ എങ്ങനെ കണ്ടോ? നിർമ്മാലയ്ക്ക് പാടുന്ന നിർമ്മാല കാലത്തെ തുടങ്ങി കള്ളുഷാപ്പിലെ. ധൃതകുണ്ടല കൃഷ്ണ കലിത ലളിത വനമാല ജയ 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 ഹരേ. അമ്പലത്തിൽ നിർമ്മാലയ്ക്ക് സമയമായി, ഉടനെ ചെല്ലാൻ പറഞ്ഞു തിരുമേനി. ഇന്നിപ്പോ ഇവിടം വരെ ഉള്ളു കുട്ടി, വയ്യ അല്പം. നിറമാല നമുക്ക് നാളത്തേക്ക് മാറ്റാം. തിരുമേനിയോട് ഞാനെന്ത് പറയും? ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാ. എന്നെ മനസ്സിൽ ധ്യാനിച്ച് പതിവ് പോലെ ഭംഗിയായിട്ട് എല്ലാം അങ്ങോട്ട് നടത്തിക്കോളാൻ പറയാ. എന്റെ ഭഗവാനെ, തമ്പുരാൻ വരാറായല്ലോ. ലോ, തനിക്ക് ഏതാണ്ട് ഒരു കൂട്ടം സംഗീതം ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഒരു അഷ്ടപതി പാടി എന്നെ രക്ഷിക്കുക. എന്തായി പറയണേ? തമ്പുരാന്റെ മുന്നിൽ നിൽക്കാൻ പോലും എനിക്ക് അർഹതയില്ല. താനൊന്ന് തുടങ്ങിയാ മതി. ദാ സോപാനത്തിന്റെ അരിയിലേക്ക് അങ്ങോട്ട് നിൽക്കുക, മടിക്കാണ്ട് അങ്ങോട്ട് പാടുക, നട അടയ്ക്കുക, തുറക്കുക, അത്രേ ഉള്ളൂ. ഇത്തിരി സമയം. ആ ദാ വന്നല്ലോ. മാരാര് സുഖമില്ലാണ്ട് കിടക്കുക. ഇന്നത്തേക്ക് നിവർത്തിക്കാൻ ഒരാളുണ്ട്. എന്താ ചെയ്യാ? ഈശ്വരോ രക്ഷതു. വേദാനുദ്ധരത്തെ ജഗന്തി വഹത്തെ ഭൂഗോളമുദ്ബിഭ്രത്തെ ദൈത്യം ധാരയത്തെ ബലിം ഛലയത്തെ ക്ഷത്രക്ഷയം കുർവത്തെ പൗലസ്ത്യം ജയത്തെ അലം കലയത്തെ കാരുണ്യമാതന്വത്തെ മ്ലേച്ഛാൻ മൂർച്ഛയത്തെ ദശാകൃതി കൃതേ കൃഷ്ണായ തുഭ്യം നമഃ കൃഷ്ണായ തുഭ്യം നമഃ കൃഷ്ണായ തുഭ്യം നമഃ. ശ്രുതകമലാകുചമണ്ഡല ധൃതകുണ്ടല കൃഷ്ണ കലിതലളിത വനമാല ജയ ജയ ദേവ ഹരേ. കൃഷ്ണപുരത്തുകാരനൊരു വാരൂട്ടിയ ഇവിടെ സംഗീതം പഠിക്കണമെന്ന് മോഹിച്ചു വന്നിരിക്കുക. കുറ്റവരാരുമില്ല, അനാഥനാന്ന് തന്നെ പറയാം. അല്ല, പാട്ട് നന്നായോ ആവോ? ധൃതിപ്പെടരുന്ന എനിക്ക് ഉപദേശിക്കാനുള്ളത്. ഒക്കെ ശരിയാവും. അദ്ദേഹം വേറൊന്നും വിചാരിച്ചിട്ടാവില്ല എന്ന് ഉറപ്പാ. തിരുമേനിയുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാ യോഗം ഇല്ലാത്തവരൊന്നും മോഹിക്കരുതെന്ന് അമ്മാവൻ പറഞ്ഞിരുന്നാ ശരി. ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് ഓടി ചെന്നിട്ട് എന്താ കാര്യം? ഇവിടെ വല്ല കഴക ജോലികളും ചെയ്തുകൊണ്ട് നിന്നാൽ നിത്യവൃത്തിയെങ്കിലും കഴിഞ്ഞു പോകും. അത് പോരെ കുട്ടിയെ, പോകണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. വലിയ വലിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് നടക്കില്ല. ഇത്തിരി ക്ഷമ വേണം. തമ്പുരാട്ടിയോട് പറഞ്ഞാൽ അവര് മുടക്കം പറയില്ല എന്നാ എനിക്ക് തോന്നണം. അവരോട് പറഞ്ഞാൽ നടക്കാണ്ടിരിക്കില്ല. നമുക്ക് ആ വഴി കൂടി ഒന്ന് ആലോചിച്ചാലോ? ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല.
ഇറങ്ങട്ടെ. എവിടെ പുതുമന? ഒക്കെ വഷളായി. കച്ചേരി കഴിഞ്ഞ് വരുന്ന വഴിയാ. ഞാൻ പറയാറില്ലേ ഈ കണ്ട ജ്ഞാനശൂന്യങ്ങളെ വിളിച്ച് പാടിക്കുകയും കൊട്ടിക്കുകയും ഒന്നും ചെയ്യരുതെന്ന്. ഉവ്വ്. ലയം പിതാവാണെന്നറിയോ? ഉവ്വ്. ഇത് രണ്ടും ഉണ്ടായിട്ടും താനെങ്ങനെ അനാഥനായി? സ്വരസമ്പത്ത് ദൈവികമാ. ജന്മാന്തര പുണ്യം കൊണ്ടേ അത് സാധിക്കൂ. തനിക്കത് ദൈവം തന്നിരിക്കുന്നു. പിന്നെന്തിനാ താനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ആയുസ് നശിപ്പിച്ചേ? തനിക്കതിന് അധികാരം തന്നത് ആര്? ആരാ തന്റെ ഗുരു? ആരാ തന്നെ പഠിപ്പിച്ചേ? സ്വരസ്ഥാനങ്ങൾ പറഞ്ഞു തന്നിട്ട് അമ്മ പോയി. വിശപ്പ് മാറ്റാൻ കീർത്തനങ്ങൾ മാത്രം മതിയെന്ന് പറഞ്ഞ് കളിയരങ്ങത്ത് അച്ഛനും വീണു. പാടാൻ തുടങ്ങിയത് മുതൽ അങ്ങാണ് എന്റെ ഗുരു. അവിവേകാണെങ്കിൽ പൊറുക്കണം. നാളെ സരസ്വതി യാമത്തിൽ എത്തിക്കോളൂ വിദ്യാരംഭത്തിന്.